ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു കുട്ടിപ്പട്ടാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ തന്നെ നമ്മള് നടക്കാൻ പോകുന്നത് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നടന്നില്ല, ലേറ്റ് ആയി പോയി. അപ്പം 9 മണിക്കാണ് നമ്മൾ പോകുന്നത്. 9:30 കൃത്യം നമ്മള് ബസ് സ്റ്റോപ്പിലെത്തും. അതുകൊണ്ട് തന്നെ ബസ് കിട്ടണം, നമുക്ക് നേരത്തെ പോണം. അതുകൊണ്ട് നമ്മള് 8 ഷോപ്പിംഗ് നേരത്തെ കേട്ടോ. അതെ, നമ്മള് ട്രിപ്പ് പോവുകയാണ്. പിന്നെ ലൊക്കേഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. പോകുന്ന വീഡിയോയും പാക്കിംഗ് വീഡിയോയും വരുന്നതായിരിക്കും. നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇന്ന് ഷോപ്പിംഗ് ബുക്കിംഗ് ഒക്കെ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ട്രെയിനിലാണ് ആ സ്ഥലത്ത് പോകുന്നത്. ട്രെയിനിലാണ് കേട്ടോ. 7 മണിക്കൂർ യാത്ര ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, 7 മണിക്കൂർ രാത്രിയാണ് പോകുന്നത്. അത് എനിക്ക് ട്രെയിനിൽ പോകുന്ന വീഡിയോ എക്സൈറ്റഡ്. അതെ, 14-ാം തീയതിയാണ് തിരിച്ച് വരുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തൊക്കെയാണ്. അങ്ങനെ മൊത്തം കറങ്ങും. നിങ്ങൾക്ക് ഒരു സ്ഥലം പോലും മിസ് ചെയ്യാതെ കാണിച്ചിരുന്നു കേട്ടോ. അവിടെ നമ്മളൊരു അമ്പലത്തിലാണ് പോകുന്നത്. നമ്മൾ വാങ്ങുന്ന സാധനമൊക്കെ കാണിച്ചു. ഞാൻ അമ്പലം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും തമിഴ്നാടോ അവിടെ എവിടെയെങ്കിലും. ഇന്ന് കഴിക്കാൻ കോളിഫ്ലവർ കറിയുണ്ട്. പിന്നെ അപ്പമാണ് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ കണ്ണാടി. ഞാൻ കണ്ണാടി വാങ്ങിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് റെഡ് കളർ വയ്ക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇത് റെഡ് കളറാണ് കേട്ടോ. ഇത് മെറൂൺ ഒരു പിങ്കിഷ് കളറാണ്. നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറിയിട്ട് കാണാം. അപ്പൊ നമ്മൾ ബസ്സിൽ കയറി. അപ്പൊ ഗായ്സ്, നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ട്രെയിൻ വരുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ കഴിച്ചിട്ട് ട്രെയിനോട് നമ്മള് എത്തിയേട്ടോ. റൊട്ടിയും നമ്മൾ വന്നിരിക്കുന്നത് ഹോട്ടലിൽ. ഹലോ ഗായ്സ്, അപ്പം നമ്മള് ഇന്നലെ ഷോപ്പിംഗ് ചെയ്തു. പക്ഷെ എനിക്ക് ഷോപ്പിംഗ് ചെയ്ത് എന്തൊക്കെ കാണിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മള് വന്നപ്പോ തന്നെ രാത്രിയായി. രാത്രി 11 മണിയൊക്കെ ആയപ്പോ തന്നെ നമ്മള് നേരെ ചെന്ന് കേട്ട് തുടങ്ങി. അതൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് വാങ്ങിച്ചതാണ് കാണിക്കാൻ പോകുന്ന 2 കവറുണ്ട് കേട്ടോ. 2 കവറുണ്ട്. ഇപ്പൊ 1 കവർ എടുത്തിട്ടാണ്. കല്യാണിലാണ് കേട്ടോ നമ്മള് വാങ്ങിയിട്ടുള്ളത്. അപ്പോ ആദ്യത്തത് ആരെന്ന് എടുക്കും. ഫസ്റ്റ് വന്നിട്ട് ഇതുപോലൊരു ഡ്രസ്സാണ് കേട്ടോ. ഈ കവർ സൈഡിട്ട്. അപ്പൊ ഇതുപോലൊരു ഡ്രസ്സാണ്.
ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ തുണി നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. രസമുണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. സൂപ്പർ. ഇവിടെ ഇങ്ങനൊരു എന്താ പറയാ, അടുത്തത് ഇതേ കണക്കട്ടെ. അടുത്ത് നമുക്ക് എടുക്കും. സെയിം തന്നെയാണ് കേട്ടോ. ഇത് എനിക്കും കുഞ്ഞാനും ഒരേ പോലത്തെയാണ് വാങ്ങിച്ചത്. ഇത് എന്റെയാണത്. ഇതിലൊരു കോമഡി വരാൻ പോവുകയാണ്. പറയണ്ടല്ലോ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കും അറിയത്തില്ല. ലാസ്റ്റ് പറഞ്ഞ പറഞ്ഞ സീക്രട്ട് ആണ് പറഞ്ഞത്. അപ്പോ നമ്മളിതൊരു ക്ലൂ പറഞ്ഞില്ലല്ലേ വീഡിയോയില്. ക്ലൂ എന്തെന്ന് വെച്ചാല്, ഇപ്പൊ കുറച്ച് മുമ്പ് ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ഇത് കേരളത്തിന്റെ അകത്തുള്ള ഒരു സ്ഥലമാണ്, പുറത്തല്ല. അടുത്ത സാധനം ഇത് വീട്ടിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. വീട്ടിടാൻ വാങ്ങിയതാണ്. ഓക്കെ, വീട്ടിടാൻ വേണ്ടി വീട്ടിടാൻ വേണ്ടി വാങ്ങിയതാണ്. സോറി, വേണ്ടി വാങ്ങിയതാണ്. പിന്നെ നെക്സ്റ്റ് അതെ കുഞ്ഞോണ്ടിന്റെയാണ്. കണ്ടിട്ട് കുഞ്ഞോണ്ടിന്റെയാണ് കേട്ടോ. ഇവര് സെയിം ആണ് ചെയ്യുന്നത്. എന്നെ ഒഴിവാക്കി ഞാൻ ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ. കാരണം താഴത്തെ സെക്ഷനിൽ പോയാലേ കിട്ടൂ. പക്ഷെ അവിടെ 36 നിനക്ക് ട്രൈ ചെയ്ത് നോക്കായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഞാൻ കോമഡി പറയുള്ളൂ അറിയില്ലേ, അത് ഇപ്പൊ പറയാൻ പറ്റും. അടുത്ത കവർ വരുമ്പോ പറയാൻ അടുത്ത കവർ പറയുമ്പോ അത് അയമക്കാണ്. ഇത് എനിക്കും നന്ദൂരാണ് കേട്ടോ. ഇത് 2 എണ്ണം വരുന്നതായോണ്ട് ഒന്നേ വാങ്ങിച്ചോളൂ. പിന്നെ അതെന്തോ 2 വാങ്ങിച്ചോണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താ, 2 നെയിൽ പോളിഷ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സെലക്ട് ചെയ്തത്, ഇത് അയമോൾ സെലക്ട് ചെയ്തത്. ട്രാൻസ്പെറന്റ് ആക്കി. അത് നമ്മള് അവിടെ പോകുമ്പോ നമ്മൾ വെയർ ചെയ്യും. നമ്മള് 3 പേരും ഒരേ നെയിൽസ് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ദിവസം നല്ലൊരു ട്രിം ചെയ്തായിരുന്നു കേട്ടോ. അല്ല, നീറ്റാക്കി. ഞാനിപ്പോ ഒന്നും ട്രിം ചെയ്തില്ല. ഞാൻ ഇപ്പൊ ട്രിം ചെയ്തു. പിന്നെ എനിക്ക് ഷേപ്പിംഗ് ഒക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വളർത്താൻ പോണ്. കാരണം അപ്പൊ അടുത്ത കവറാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാ, ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമ്മളെന്തൊക്കെ വാങ്ങിച്ചത് കാണാൻ എനിക്ക് തന്നെ ഭയങ്കര ഫസ്റ്റ് ഇതൊരു പാന്റ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചു കണ്ടതൊന്നുമില്ല ഗൈസ്. അതെ, ഞാനും കണ്ടില്ല. ആർക്കാണ്? എനിക്കതൊന്ന് വേറെ ആർക്കും ആണ് കേട്ടോ, നമുക്കല്ല കേട്ടോ. ബസ്സിൽ മാത്രമാണ് മുഴുകിയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളവർ വാങ്ങിയൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല. പിന്നെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇത് നല്ല രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ ഒരു ടൈപ്പ് നല്ല രസമുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓവർ സൈസ്. ആദ്യമായിട്ടാണ് നന്ദു ഓവർ സൈസിൽ വാങ്ങുന്നത്. അതുകൊണ്ട് കളേഴ്സ് ഒക്കെ നമുക്ക് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. നല്ല ഓഫ് വൈറ്റ് ടീമിലോട്ട് വരുന്നത് കേട്ടോ. ഓഫ് വൈറ്റ് ഇത് നേരത്തെ വാങ്ങിച്ച ഷിമ്മി അതിന്റെ കൂടെ ഇടാനാണ്. കുറച്ച് സീക്രൂ ആണ്. ഞാൻ എടുക്കും. ഇവര് എടുത്തു കേട്ടോ. ഇവരുടെ പാന്റ് ആണ്. ടൈപ്പാണ്. ജീൻസ് എന്നാണ് എഴുതിക്കുന്നത്. ഇതൊരു കാർഗോ ടൈപ്പ് ആട്ടോ. കാർഗോ ആണ്. കാർഗോ മെറ്റീരിയൽസ് എന്നാണ് കേട്ടോ.
ഇങ്ങനെ ഒരു ഇത് ഒരാൾക്ക് മാത്രമല്ല ടൈറ്റ് നമ്മള് ഫുള്ള് മാച്ചിങ് ആക്കി ഗൈസ്. ഇതും 2 ആൾക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എന്റേതാന്ന് തോന്നുന്നു. അപ്പൊ ഇത് അടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഇതൊരു ബാഗ് ആണ് കേട്ടോ. ഇതും വാങ്ങിയതിന്റെ കൂടെ വേറൊരു കല്യാണ സെക്സിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, ഇത് മാക്സിന്ന് വാങ്ങിച്ചതാണ്. മാക്സിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് ആയിട്ടുള്ളത് ഒരു ജീൻസ് ആണ്. ജീൻസ് അല്ല കേട്ടോ, സോറി സ്കേർട്ട് ആണ് കേട്ടോ, ഡെനിം സ്കേർട്ട് അല്ല, പാൻസ് ആണ്. ഇത് വേറെ വന്നിട്ട് ഒരു ജീൻസ് ആണ്. അല്ല ഇത് സ്കേർട്ട് ആണ്. പിന്നെ വന്നിട്ടാണ് വന്നിട്ടാണ് അവള് പറഞ്ഞ കോമഡി വന്നിട്ടുള്ളത്. ഞാൻ പറയട്ടെ ഓക്കെ. നമ്മുടെ അണ്ടർവെയർ തൊട്ട് ബാക്കി എല്ലാം സെയിം ആണ് ഗൈസ്. എല്ലാം സെയിം ആണ്. അതാണ് ബേസിക്കലി ഉദ്ദേശിച്ചത് കേട്ടോ, അണ്ടർവെയർ സെയിം ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ. പുതിയൊരു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. നമ്മൾ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും കൂടെ ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം കേട്ടോ, കുട്ടിപ്പട്ടാളം പ്ലീസ് ഫോളോ ചെയ്യണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്നത്തെ ഹോംവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുക. എല്ലാരും ഹോംവർക്ക് ചെയ്യുക. സ്കൂളിൽ ഇരിക്കരുത്, വീട്ടില് ഹോംവർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.